ആരോഗ്യമേഖലയെ താറുമാറാക്കിയ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തുന്നു. കെ സുരേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. തത്സമയ ദൃശ്യങ്ങൾ. ആരോഗ്യമേഖലയെ താറുമാറാക്കിയ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, ഡോക്ടറില്ല, ശസ്ത്രക്രിയയില്ല. പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ.പി. പ്രകാശ് ബാബു നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ ആരാധനായ കെ സുരേന്ദ്രൻ ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, ഡോക്ടറില്ല, ശസ്ത്രക്രിയയില്ല. പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ.പി. പ്രകാശ് ബാബു നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ബി.ജെ.പി. സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ ആരാധനായ നമ്മുടെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ആരോഗ്യ മെഡിക്കൽ കോളേജ് പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, ഡോക്ടറില്ല, ശസ്ത്രക്രിയയില്ല. പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ.പി. പ്രകാശ് ബാബു നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ മാർച്ച് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ ആരാധനായ കെ സുരേന്ദ്രൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, ഡോക്ടറില്ല, ശസ്ത്രക്രിയയില്ല. പാവപ്പെട്ട രോഗികൾക്ക് ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ.പി. പ്രകാശ് ബാബു നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കണ്ടിട്ടില്ല
പ്രിയമുള്ളവരെ, കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല കച്ചു തകർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് മാർച്ച് ഏതാനും സമയത്തിനകം ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധന മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ എസ് സുരേന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. Follow. Jai
അത് നാവും വീഴൊക്കെ ഉണ്ടാവണോ? മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ്. BJP മാർച്ച് സംഘടിപ്പിക്കുന്നു. തത്സമയമാണ് കാണുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കനത്ത പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള കോവൂർ റോഡിൽ നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് BJP പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള മാർച്ചാണ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് നടന്നത്. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകർ നടത്തിയത്. അല്പസമയത്തിനകം തന്നെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന വ്യാപകമായി BJP പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. നേരത്തെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങളുടെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും സമര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാസങ്ങളായി മരുന്ന് വിതരണത്തിലെ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 മാസം മുമ്പ് കത്തിയിട്ടുള്ള PMSSY ബ്ലോക്ക്, പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക് ഇതുവരെ തുറന്നു കൊടുക്കാനായിട്ടില്ല. ശസ്ത്രക്രിയ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, അവയവ മാറ്റി ശസ്ത്രക്രിയ ചെയ്യുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ BJP പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നൊരു മുദ്രാവാക്യം കൂടി ഈ മാർച്ചിൽ BJP മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കേരളത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടിനെതിരെ രംഗത്ത് വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നു. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിൽ നൂറുകണക്കിന് BJP പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഈ മാർച്ച് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. ബാരിക്കേഡ് എടുത്ത് മറിച്ചിടാൻ BJP പ്രവർത്തകർ ശ്രമം നടത്തി. അല്പസമയത്തിനകം തന്നെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രശ്നങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേരിടുന്നത്. അനാസ്ഥ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള പല സ്ഥലത്ത് പോലും ഈ ചോർച്ച, മഴ പെയ്തു കഴിഞ്ഞാൽ ആശുപത്രിക്ക് അകത്ത് കയറിയിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. മരുന്ന് പ്രതിസന്ധി 2-3 മാസം പല തവണകളായിട്ട് മരുന്ന് വിതരണക്കാർ സമരം നടത്തുന്ന കാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിത്യസംഭവമാണ്. കൈയുടെയും നാവിന്റെയും ഒക്കെ ശസ്ത്രക്രിയക്ക് വന്ന ആളുകളുടെ അവരുടെ അവയവങ്ങൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നേരത്തെ ഹർഷീന എന്ന് പറയുന്ന യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക വെച്ച് മറന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഒറ്റയ്ക്കും തറ്റയ്ക്കും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി പിടിപ്പുകേടുകൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ട് തന്നെ പുറത്തു വരുന്നു. ഇത്തരത്തിലുള്ള നിരന്തരമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, നടപടികളൊന്നും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണമാണ് BJP പ്രധാനമായും ഉയർത്തുന്നത്. ഇത് ഈ വർഷം പോലും ആദ്യമായിട്ടല്ല BJP ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഓരോ ഘട്ടങ്ങളിലും വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്താറുണ്ട്. ഇത് തുടർച്ചയായി ഒരു സമര പരമ്പര തന്നെ ഈ ആശുപത്രിയുടെ പിടിപ്പുകേടിനെതിരെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർക്കുണ്ടാകുന്ന വീഴ്ചകൾക്കെതിരെ നടത്തിയിട്ടും ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്നും പറയുവാനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ദേവിക, ശരി, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇന്ന് ഇവിടേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ മാസങ്ങളായി മരുന്നില്ല, ഡോക്ടറില്ല, ശസ്ത്രക്രിയയില്ല,
എല്ലാ അർത്ഥത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തകർന്ന് തരിപ്പണമാക്കി ഒരു പറ്റം ഉപജാപക സംഘങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആശുപത്രി സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ഈ ആശുപത്രിക്കകത്ത് ICUവിലുള്ള ഒരു രോഗി പീഡനത്തിന് വിധേയമായപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നല്ലതുപോലെ നമുക്കറിയാം. പിന്നീട് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക്. ശസ്ത്രക്രിയ ചെയ്താൽ കത്രിക വയറ്റിൽ, ഇടത്തെ കൈ പൊട്ടിയാൽ വലത്തെ കൈക്ക് കമ്പിയിടുക, ഇങ്ങനെ എത്രയോ ആറാമത്തെ വിരൽ നീക്കം ചെയ്യാൻ വന്നവന് നാവിന് ശസ്ത്രക്രിയ ചെയ്യുക. ഓരോ തവണ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴും പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇന്ന് നിങ്ങൾ അറിയോ, ഈ ആശുപത്രിയുടെ അകത്തളത്തിലേക്കൊന്ന് പോയാൽ 5ഓളം ജില്ലകളിലെ പാവപ്പെട്ടവന്റെ അഭയകേന്ദ്രമായ ഈ ആശുപത്രിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം ഒരു രോഗി കാർഡിയോളജി വിഭാഗത്തിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാവുകയാണ്. എന്നിട്ട് പറഞ്ഞു 6000 രൂപ വേണമെന്ന്. ആ രോഗി ഇപ്പോ ഒരു ബന്ധു ഞങ്ങളോട് ഈ പ്രകടനം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വന്ന് പറയാം 6000 രൂപ വേണം. അപ്പൊ 6000 രൂപയൊക്കെ അടച്ച് തൊട്ട് മുന്നേ ആൻജിയോപ്ലാസ്റ്റിയുടെ തൊട്ട് മുന്നേ പറയാം ഒരാൾ നിങ്ങളെ ആ വിളിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു 5000 രൂപ നിങ്ങൾ അയച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾ ആരായി വിളിക്കുന്നത്? പാവപ്പെട്ട കൂലി വേല ചെയ്ത പട്ടിണി പാവങ്ങൾ ബേബിയിലും മിംസിലും ഒരു സ്ഥലത്തും പോകാതെ ഇവിടെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് വരുമ്പോ ഇവിടെ വന്നാൽ 5000, 10000, 35,000 ഇതൊന്നുമല്ലെങ്കിൽ സർജറി കിറ്റ്. ഇന്നലെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പുറത്തുവിട്ടു, പേരാമ്പ്രയിലുള്ള ഒരു സഹോദരന് ശസ്ത്രക്രിയക്ക് വന്നപ്പോൾ സർജിക്കൽ കിറ്റ് പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഇതെന്ത് ഗവൺമെന്റാ? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇവിടുത്തെ CPM-ന്റെ നേതാക്കളും മന്ത്രിമാരും നീളമുള്ള നാക്കുകൊണ്ട് രാവും പകലും അങ്ങനെ ന്യായീകരിച്ച് പോവുകയല്ലേ. എവിടെയാ ഇവിടെ പാവപ്പെട്ടവൻ അഭയം? നിങ്ങൾ പറയണം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാൻ കുറെ എന്ത് ക്യാപ്സ്യൂള് കൊടുത്താലും അതങ്ങോട്ട് വിഴങ്ങി 4 നേരം ഇങ്ങനെ കെട്ടിഘോഷിക്കുന്ന കുറെ മന്ദബുദ്ധികൾ ഞങ്ങളുടെ മുന്നിലുള്ള DOFI-ക്കാരുള്ള കാലത്തോളം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് മൂപ്പർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ഇന്ന് സ്വന്തം ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഉദ്ഘാടന പ്രാസംഗം സൂചിപ്പിക്കും 1-2 കാര്യങ്ങൾ. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിന് മുന്നിൽ ഒരു യോഗം നടന്നു. എന്തിനാണെന്നറിയോ? കലക്ടറും ഇവിടുത്തെ സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒറ്റക്കെട്ടായിട്ട് പറയാം 50 രൂപയാക്കണം ഇവിടെ സന്ദർശക പാസ്. ഞങ്ങൾ പറഞ്ഞു കലക്ടറോട്, ബഹുമാനപ്പെട്ട കലക്ടറെ, ഇവിടെ നിങ്ങൾ 50 രൂപയാക്കാനുള്ള ഒരു യോഗമല്ല അടിയന്തരമായിട്ട് ഈ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഓഫീസിൽ നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങളൊന്ന് അവിടെ പോകണം. 1 മണിക്കൂർ പോയാൽ രോഗികൾ തറയിൽ കിടക്കുകയാണ്. അവർക്ക് ശസ്ത്രക്രിയയും മരുന്നും ഒന്നുമില്ല. പാരസിറ്റമോൾ മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ. ഇവിടെ നമുക്കറിയാം മറ്റുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നം. ഈ മാധ്യമ പ്രവർത്തകരോട് പറയുക, ഇതിന്റെ പുറകിലുള്ള ഇൻസിനേറ്ററിന്റെ അടുത്ത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ കോവിഡ് മുതൽ ഇങ്ങോട്ടുള്ള അജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കൂട്ടിയിരിക്കുകയാണ്. ഈ മഴയത്ത് അതെല്ലാം ഒലിച്ച് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കും. ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. 2 മാസമായി ഇവിടുത്തെ കാഷ്വാലിറ്റി കത്തിയിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് 195 കോടി രൂപ കൊടുത്ത് 500 ബെഡും 19 അത്യാധുനിക ശസ്ത്രക്രിയാ റൂമും ICUവും അറ്റാച്ച്ഡ് ബെഡും എല്ലാം കൊടുത്തിട്ട് ഒരു സ്റ്റാഫും ഇല്ല. 700 സ്റ്റാഫിന്റെ ഒഴിവായി ഇന്ന് ഇവിടെ ഉള്ളത്. 700 സ്റ്റാഫിന്റെ ഒഴിവ്. ഡോക്ടർമാർ 380 വേണ്ടിടത്ത് 94 ഇന്ന് ഇവിടെ ഇല്ല. ഇതാണ് ഇവിടെ അവസ്ഥ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉളുപ്പില്ലാതെ 150 തസ്തിക ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഏജൻസിക്ക് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, സൂപ്രണ്ട്, പ്രിൻസിപ്പാളെ, കോഴിക്കോട്ടെ BJP-യും യുവമോർച്ചയും ഇവിടെ ഞങ്ങൾ അവസാനത്തെ പ്രവർത്തകനും മരിച്ചു വീണാൽ മാത്രമേ ഏജൻസി വഴി ഈ കോളേജിൽ നിങ്ങൾ നിയമനം നടത്തൂ. ഒരടി ഞങ്ങൾ മുന്നോട്ട് പോകില്ല. അങ്ങനെ മെഹബൂബ് പറയുന്ന ലിസ്റ്റും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അങ്ങനെ തസ്തിക സൃഷ്ടിക്കട്ട. 700 തസ്തിക PSC വിളിക്കട്ടെ, 150 PSCOയുടെ നിയമിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. പാവപ്പെട്ട രോഗികളെ വെച്ചങ്ങനെ ചൂഷണം ചെയ്ത് ചില ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ പോയി അങ്ങനെ തടിച്ചു കൊഴുക്കാൻ ഒരാളെയും ഈ ആതുരാലയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല. മെഡിക്കൽ കോളേജിനെ സമരവേദിയാക്കാൻ കോഴിക്കോട്ടെ BJP-ക്ക് താല്പര്യമില്ല. ഇനി അങ്ങനെ ആക്കിയേ മതിയാകൂ എന്ന് സൂപ്രണ്ടിനും പ്രിൻസിപ്പാളിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിക്കും താല്പര്യമുണ്ടെങ്കിൽ ആ വെല്ലുവിളി നെഞ്ചിനിവർത്തിക്കൊണ്ട് കോഴിക്കോട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻജിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ പ്രകാശ് ബാബു, മറ്റ് മുതിർന്ന നേതാക്കൾ, നല്ലവരായ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സങ്കടത്തോടു കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ഞങ്ങൾക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് അതിഭീകരമായ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. എവിടേക്ക് പോകണമെന്ന് അറിയാതെ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ ഓടുകയാണ് കേരളത്തിൽ. അത്ര പരിതാപകരമായ സാഹചര്യമാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഇപ്പോൾ നടക്കുന്നത്. ആശുപത്രി ചെന്ന് കിടന്നാൽ എപ്പോഴാണ് കെട്ടിടം ഇടിഞ്ഞ് താഴെ വീഴുക എന്നറിയില്ല. പ്രകാശ് ബാബു സൂചിപ്പിച്ചതുപോലെ ചികിത്സാ പിഴവ്, കൊച്ചുകുട്ടികൾ പോലും എത്ര പേരാ മരിച്ചു വീഴുന്നത്. മാരകമായ പകർച്ചവ്യാധികൾ, ഇപ്പോൾ നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തുടച്ചു നീക്കി എന്ന് പറഞ്ഞ പല മാരവ്യാധികൾ തിരിച്ചു വരിക. ഒരു ആശുപത്രിയിൽ ചെന്നാലും ഒരു കരുതൽ, ഒരു ചികിത്സ രോഗിക്ക് കിട്ടുന്നില്ല. ആവശ്യത്തിന് മരുന്നില്ല, ശസ്ത്രക്രിയ സൗകര്യങ്ങളില്ല, ഡ്യൂട്ടിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. നിങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ പോയി കിടന്ന് നോക്കിയാൽ അറിയാം. 400-500 ആളുകൾക്ക് ഒരു നഴ്സാണുള്ളത്. പലയിടത്ത് രോഗികൾ നിലത്ത് കിടക്കുകയാണ്. കൃത്യമായ മരുന്ന് ലഭിക്കുന്നില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല. സംസ്ഥാനത്ത് 40% സർക്കാർ ഡോക്ടർമാർ ലീവിലാണ്. പുതിയ തസ്തികകളൊന്നും ഇവിടെ നിയമിക്കുന്നില്ല. ആരെയും നഴ്സുമാരില്ല, ആവശ്യത്തിന് ഹെൽത്ത് വർക്കേഴ്സ് ഇല്ല. നാട്ടിലൊന്നും ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ല, ആരോഗ്യ പ്രവർത്തകരില്ല. നമ്മുടെ നാട്ടിൽ ഭരണഘടന അനുസരിച്ച് പറയുന്ന കണക്കുണ്ട്. സമ്പൂർണമായിട്ട് തകർന്നിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. നാട് മുഴുവൻ മാലിന്യം നിറഞ്ഞ് പകർച്ചവ്യാധികൾ പെരുകുകയാണ്. നോക്ക്, ഈ സമയം നോക്കിയിട്ട് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയി. ഇത്ര നാണം കെട്ട ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ ചരിത്രത്തിലുണ്ടോ? കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ നിന്ന് നേതൃത്വം കൊടുക്കണ്ടേ? തെമ്മാടികളെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഒക്കെ തെമ്മാടികളുടെ രാജ്യമെന്നാണ് അവർ പറയുന്നത്. 2 ദിവസം മുമ്പല്ലേ ഈ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരൻ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. കേരളത്തിൽ പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത് എന്ന് വീമ്പുടക്കിയ മുഖ്യമന്ത്രി 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. എന്ത് ന്യായമാണിത്? ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടി പോയത് കേരളത്തിലെ സാധാരണ ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്. ജനങ്ങളെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. എന്ത് മാരകമായ രോഗമാണ് മുഖ്യമന്ത്രിക്കുള്ളത്? അറിയണ്ട. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പൊ എന്താണെന്ന് പറയണ്ടേ? എന്തിനാ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോ ദുബായ് വഴി പോകുന്നത്? തിരിച്ചു വരുമ്പോ എന്തിനാണ് 5 ദിവസം ദുബായിൽ ഇറങ്ങുന്നത്? ആളുകൾക്ക് ദുരൂഹതയുണ്ട് ഇക്കാര്യത്തിൽ. ആരും ചികിത്സ തേടി എവിടെയും പോകുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ കേരളം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോ, കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായപ്പോ, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായപ്പോ ഈ സമയം തന്നെ അതിന് തെരഞ്ഞെടുത്തത് ശരിയായില്ല. ജനങ്ങളുടെ അല്പമെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇപ്പൊ ചെയ്തത് നെറുകേടായി പോയി എന്ന് പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. കോൺഗ്രസ്സുകാർ ചിലപ്പോൾ പറയില്ലായിരിക്കും. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭരണാധികാരിക്കും ഇവിടെ പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. ഭരണാധികാരികൾ വിചാരിക്കേണ്ടത് അവനവന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ മതി എന്നല്ല. അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കണം. വീണ ജോർജിന് സംരക്ഷിക്കണം, പിണറായിക്ക് സംരക്ഷിക്കണം, എല്ലാവർക്കും സംരക്ഷിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ ബാധ്യതയാണ് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്.
പബ്ലിക് ഹെൽത്ത് ഒരു കാലത്തും കേരളം പിറകിൽ നിന്ന സ്റ്റേറ്റ് അല്ല. കഴിഞ്ഞ 11 വർഷം ശരാശരി 1600 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് വേണ്ടി മാത്രം നാഷണൽ ഹെൽത്ത് മിഷൻ നൽകുന്നു. ശരാശരി, ഞാൻ വ്യക്തമായിട്ടുള്ള കണക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. ശരാശരി 1600 കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ മാത്രം. അതല്ലാതെ അനുബന്ധ പദ്ധതികൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ എക്സ്ട്രാ അനുവദിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആയിരക്കണക്കിന് കോടി രൂപ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 7700 കോടി രൂപ നേരിട്ടും 2500 കോടി രൂപ വിവിധ പദ്ധതികൾക്കുമായി മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട്. എവിടെ പോയി ഈ പണമെല്ലാം? എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത്? 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് അനുവദിച്ച തുകയ്ക്ക് ഒരു കണക്കും ഇവർ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. 2022-23 കാലയളവിൽ വെറും 37% തുക മാത്രമാണ് ഫലപ്രദമായി വിനിയോഗിച്ചത്. 2001-22 കാലയളവിൽ 67% ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ 2001-22 കാലയളവിൽ വെറും 37% ചെലവഴിച്ചത്. 2023-24 ഒരു കണക്കുമില്ല. എന്തിനാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എവിടെയാണ് നിങ്ങൾ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നത്? കോട്ടയത്ത് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സാധാരണ മനുഷ്യ സ്ത്രീ മരിച്ചപ്പോ ഈ മന്ത്രി എന്താ പറഞ്ഞത്? മന്ത്രിക്ക് വയറിളകി എന്നാണ് പറഞ്ഞത്. ഏതോ ആശുപത്രി പോയി കിടന്നു. മന്ത്രിയുടെ വയറിളക്കം മാറ്റാനല്ല കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കേണ്ടത്. ഈ നാട്ടിൽ ഒരാൾ മരിച്ച് കെട്ടിടത്തിനടിയിൽ കിടന്നിട്ട് അത് ശരിയായി അറിയാതെ 2 മന്ത്രിമാർ അവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. മന്ത്രി നേരെ തെക്കോട്ട് പോയി. മന്ത്രി തെക്കോട്ടായിരുന്നില്ല പോകേണ്ടിയിരുന്നത്. അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കെട്ടിടം എങ്ങനെയാ തകർന്നു വീണത്? പൊതുമരാമത്ത് വകുപ്പാണോ അല്ല വേറെ വകുപ്പാണോ? ആരാണ് ഉത്തരം പറയേണ്ടത്? ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സമ്പൂർണമായി തകർത്ത മന്ത്രിയാണ്. അതിനാണ് അവർക്ക് നമ്പർ 1 അവാർഡ് കൊടുക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ മരുന്നില്ലാത്തതിൽ 1ാം സ്ഥാനം, ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ 1ാം സ്ഥാനം, ഡോക്ടർമാരില്ലാത്തതിൽ 1ാം സ്ഥാനം, നഴ്സുമാരില്ലാത്തതിൽ 1ാം സ്ഥാനം, വെട്ടിപ്പും തട്ടിപ്പിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനം, ഫണ്ട് കൊള്ളയടിക്കുന്ന കാര്യത്തിൽ 1ാം സ്ഥാനം. കേരളത്തിലെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നതിലാണ് ഈ സർക്കാർ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. ഇതിനെല്ലാം നെടുനായകത്വം വഹിക്കുന്ന മുഖ്യമന്ത്രിയാവട്ടെ സ്വന്തം ചികിത്സ തേടി തെമ്മാടികളുടെ രാജ്യത്തേക്ക് പോയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ട്രംപ് എന്തൊക്കെ ചെയ്തു? ട്രംപ് വന്നതിന് ശേഷം ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ട്രംപ് തകർക്കുകയാണ്. ട്രംപിനെ പോളിറ്റ് ബ്യൂറോ ആലോചിക്കുന്നതാണ് പറഞ്ഞത്. ട്രംപിനെ നിലയ്ക്ക് നിർത്താൻ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോ ട്രംപിന്റെ നാട്ടിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ രാജ്യത്ത് എത്ര നല്ല ആശുപത്രികളുണ്ട്. ഇത് പറയുമ്പോൾ ആൾക്കാർ ചിലർ പറയും ഇങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടും. ഈ രാജ്യത്ത് എത്രയോ നല്ല ആശുപത്രികളുണ്ട്. ആ VS അച്യുതാനന്ദൻ 105-ാമത്തെ വയസ്സിൽ ഇപ്പോ മരണപത്രത്തിൽ കിടക്കുകയാണ്. മൂപ്പർ പോയി. അച്യുതാനന്ദൻ അവിടെ ജീവിതത്തോടെ മരണത്തിനുള്ള വെല്ലുവിളി അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. പിണറായി സഖാവ് സ്ഥലം വിട്ടു. നിങ്ങൾ ഏത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഈ അമേരിക്കയിൽ തന്നെ പോകണോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ എത്ര ആശുപത്രികളുണ്ട്? എത്ര നല്ല സർക്കാർ ആശുപത്രികളുണ്ട്? എത്ര നല്ല സ്വകാര്യ ആശുപത്രികളുണ്ട്? അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഞങ്ങൾക്ക് എന്തുമാവാം. ജനങ്ങൾ റോഡിൽ വീണ് മരിച്ചാലും കുഴപ്പമില്ല, കെട്ടിടം വീണ് മരിച്ചാലും കുഴപ്പമില്ല, ശസ്ത്രക്രിയ തെറ്റി മരിച്ചാലും കുഴപ്പമില്ല, പാവപ്പെട്ട രോഗികൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എല്ലാം ഞാൻ എന്റെ കാര്യം എന്നുള്ള ഒരു ഭരണാധികാരി അധപ്പതിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ ആണ്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ അന്ത്യകൂദാശയ്ക്ക് കാരണമാവുന്ന വകുപ്പായിരിക്കും ആരോഗ്യ വകുപ്പ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാർ താഴെ പോകാൻ പോകുന്നത് എന്നേക്കുമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇല്ലാതാവാൻ പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ വകുപ്പിലെ ഈ നടപടികളാണ്. കാരണം ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനം
അവന്റെ ശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ്. ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേറെ ഉടുക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പൗരൻ, ഒരു മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നുണ്ടാവുക അവന്റെ ശ്വാസം, അവസാന ശ്വാസം പോകരുത് എന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾ കടക്കൽ കത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം ഏതെങ്കിലും രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളുടെ പേരിലല്ല, കേരളത്തിലെ 4 കോടി ജനങ്ങളുടെയും പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാവരും ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും ഈ സമരത്തോട് പിന്തുണയ്ക്കണം. പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഡോക്ടർമാരും ജനങ്ങളും എല്ലാം ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രം വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.